ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 42. ഇന്ന് നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബജാജ് ഇറക്കിയ NS400G ആണ്. നമ്മളുടെ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോമിന 400ലുള്ള അതേ പ്രൂവൺ എഞ്ചിൻ വെച്ചിട്ട് കുറച്ച് ട്യൂണിങ് ഡിഫറൻസും കാര്യങ്ങളും കുറച്ച് മറ്റ് കമ്പോണൻസ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ NSന് ഒരു ചേട്ടനെ സമ്മാനിച്ചിരിക്കുകയാണ് നമ്മളുടെ ബജാജ്. അപ്പോൾ ഈ വണ്ടി ഞാൻ അത്യാവശ്യം ഒന്ന് ഓടിച്ചു നോക്കി, കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എനിക്ക് ഫോട്ടോയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു, ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്. അപ്പോൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 42. സോ ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മൾ NS400G എന്ന് പറയുന്നത്. ജി എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ഇസഡും കൂടി എൻ്റെ ഒരു വാലറ്റത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ കുറച്ച് ദൂരം ഓടിച്ചു നോക്കി. അപ്പോൾ ഞാൻ റൈഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി ഇതിൻ്റെ ലുക്സിനെ പറ്റി തന്നെ പറയാം. ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയൊരു ടൈപ്പ് ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കാണുന്നത് നമ്മുടെ 250 അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സ്റ്റാൻസ് ഉണ്ട്. കാരണം ആ ഒരു N250 വളരെ നല്ലൊരു ഹെഡ്ലൈറ്റ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെയായിട്ട് നമുക്കൊരു DRL കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ആക്ച്വലി എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കാത്തതായിട്ടുള്ളൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. കാരണം എനിക്ക് ഈ ഒരു പാർട്ട് കാണുമ്പോൾ നമ്മുടെ എക്സ്മാനിലുള്ള മാഗ്നറ്റോൻ്റെ ഹെൽമെറ്റിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ജസ്റ്റ് ഡു കമൻറ്റ് ബിലോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. എനിക്കിതിനകത്ത് കൊള്ളില്ല എന്നുമല്ല, എന്നാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ രീതിക്കാണ് എനിക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് തോന്നിയത്. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു 43 mm അപ്സൈഡ് ആൻഡ് ഫോക്സ് ആണ് വരുന്നത്. ആൻഡ് നല്ലൊരു 310 mm ഒരു ഡിസ്കും നോക്കി ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നേരത്തെ കുറച്ച് ബ്ലാക്ക് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു 310 mm ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. ഡിസൈനിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഡിസ്ക് ബ്രേക്സിൻ്റെ അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഡോമിനറിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ടൈപ്പ് എന്താ പറയുക ഒരു മിറേഴ്സാണ് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡോമിനാറിൽ നിന്ന് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. നമുക്ക് പാർട്സ് അവൈലബിലിറ്റിയുടെ കാര്യത്തിലൊന്നും അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ നല്ലൊരു വലിയൊരു ടാങ്കാണ് നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി നമുക്ക് വണ്ടി നമുക്ക് ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു വണ്ടിയായിട്ടാണ് തോന്നുന്നത്. ഇത്തിരി മസ്കുലറായിട്ടുള്ള ചെറിയൊരു വണ്ടി. നമ്മൾ ഡോമിനാറിൻ്റെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു വണ്ടി എന്നുള്ള ഫീലേ ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ കയറി ഇരുന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വലിയൊരു വണ്ടിയിൽ ഇരിക്കുന്നൊരു ഫീല് നമുക്ക് ആ ഒരു ടാങ്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് ആ ഇരിക്കുന്നത് കാരണം ഉള്ളിലേക്കായിട്ട് ഇരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ആൻഡ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്വിച്ച് ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്വിച്ച് ഗിയേഴ്സ് ആണ്, പക്ഷേ കുറച്ച് ഷാർപ്പായിട്ട് നമ്മൾ പ്രസ് ചെയ്യേണ്ട ഒരു ഫീലും, അതായത് റെസ്പോൺസ് കുറച്ച് കുറവുള്ള പോലെ എനിക്ക് തോന്നി നമ്മൾ മീറ്റർ കൺട്രോൾ ചെയ്യാൻ നേരത്ത്. ആൻഡ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. ആൻഡ് ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ ലൈറ്റ്സിനുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്നതിന് മുന്നേ കീ ഒന്ന് കാണിച്ചു തരാം. ഒരു സിമ്പിളായിട്ടുള്ള കോലാപ്പിച്ച് കീ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇതൊരു ടേൺ ചെയ്യാനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നി. ആൻഡ് ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ടും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മീറ്റർ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്റേഴ്സാണ്, അതായത് പാർഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു സൈഡ് എന്ന് പറയുമ്പോൾ മൾട്ടി ഇൻഫോമേഴ്സ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളതും, ഒന്നെന്ന് പറയുന്നത് നമ്മൾ നോർമൽ മീറ്റേഴ്സുമാണ്. നമ്മുടെ ഇമേജിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കോട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു വീഡിയോ ഗെയിമിൻ്റെ അടുത്ത് വെച്ചൊരു ഫീലാണ്. നമ്മളെ ചെറുപ്പത്തിലുള്ള അമ്പലപ്പാടത്തൊക്കെ നമുക്ക് ഒരു ബ്ലോക്സിൻ്റെ ഒരു ഗെയിം കളിക്കാൻ ഒരു സാധനം കിട്ടും. അതിനകത്തുള്ളൊരു സ്ക്രീൻ എടുത്ത് വെച്ച ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക് ആ ഒരു ഫോട്ടോസിലെയും വീഡിയോസിലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ വലിയ വൃത്തിയായിട്ടൊന്നുമില്ല. മൊത്തത്തിലൊരു നീറ്റ് ഫീൽ ഉണ്ട്. അതായത് നമ്മളുടെ ഒരു 600 എബവ് CC ബൈക്സിലൊക്കെ കൊടുക്കുന്ന ഒരു TFT ഡിസ്പ്ലേയുടെ ഒരു ഫിനിഷിങ് എങ്ങനെയാണോ ആ രീതിക്ക് നല്ല നീറ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളി ഒരു ഗ്ലാസ് ഫിനിഷ് പോലത്തെ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ഈ ഒരു വ്യൂവിൽ നിന്ന് നമ്മൾ ഓടിക്കാൻ നേരത്ത് പോകുമ്പോൾ ഒരു ബിഗ് ബൈക്ക് ഫീൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ടെന്നുള്ളത്. അതിന് മെയിൻ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ഡാഷ് ബോർഡ് ഏരിയ തന്നെയാണ് നമുക്ക് ആ ഒരു ഫീൽ വരുന്നത്. ആൻഡ് മീറ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് ഗിയർ പൊസിഷൻ വരുന്നുണ്ട്. ഫോക്കസ് നമുക്ക് ഇവിടെയായിട്ടൊരു ഗിയർ പൊസിഷൻ വരുന്നുണ്ട്. ഇവിടെ ഫ്യൂവൽ ഗേജിനുള്ള ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ RPM മീറ്റർ വരുന്നു. ഇവിടെ സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്പീഡോമീറ്റർ വരുന്നുണ്ട്, അതായത് എത്ര കിലോമീറ്റർ പോകുന്നു എന്നുള്ളത്. ഇത് നമുക്ക് മോഡ് വരുന്നുണ്ട്, അതായത് ഈ ബൈക്കിൽ നമുക്ക് 4 മോഡ്സ് വരുന്നുണ്ട്. റൈഡ് മോഡ്, സ്പോർട്ട് മോഡ്, അതേപോലെ റെയിൻ മോഡ്, ഓഫ് റോഡ് മോഡ്. ഈ ഓഫ് റോഡ് മോഡിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും അതും കൂടി അവർ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ഒരു സാധനം ഇരിക്കട്ടെ എന്നുള്ള. അതായത് നമ്മുടെ ബജാജിൻ്റെ പണ്ടുള്ളൊരു സ്വഭാവമാണ്, നമ്മുടെ പഴയ ബജാജിൻ്റെ ഒരു നേച്ചറാണ് കുറഞ്ഞ റേറ്റിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുക. അപ്പം കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ അവർ ഇട്ട് തരും. അങ്ങനെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഈ ഒരു ഓഫ് റോഡിന് തോന്നിയത്.
ആൻഡ് ഈ ഏരിയയിലാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മാറും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് എയിൽ എത്ര സ്പീഡിൽ പോയി എന്നുള്ള എഫിഷ്യൻസി എങ്ങനെയാണെന്നുള്ള ട്രിപ്പ് എയിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. അപ്പോൾ കണക്ട് ഡിവൈസ് ഞാനൊന്നുകൂടി ഞെക്കുമ്പോൾ മെയിൻ മെനുവിലേക്ക് പോകാൻ പറ്റും. വെഹിക്കിൾ ഇൻഫോ നമുക്കതെടുത്ത് കഴിഞ്ഞാൽ റൈഡ് മോഡ് വരുന്നുണ്ട്. റൈഡ് മോഡിൽ വരുമ്പോൾ അതടിച്ച് കാണിക്കും, മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നോക്കുമ്പോൾ റൈഡ് മോഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഷ്യൂ മാറ്റാൻ പറ്റും. യെസ്, ഇപ്പോൾ അതിനകത്തേക്ക് ആ ഒരു എറർ മാർക്ക് കഴിഞ്ഞാൽ നമുക്ക് റൈഡ് മോഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നേരത്തെ കാണിച്ചു തരുന്നു, ഇപ്പോൾ കാണിക്കുന്നില്ല, എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. എനിവേ നമുക്ക് അതിനകത്ത് വരുമ്പോൾ 4 മോഡ്സ് കാണിക്കും. MTC എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ സൈക്കിളിൻ്റെ ട്രാക്ഷൻ കൺട്രോളിന് കൊടുക്കുന്ന ഒരു ചെല്ലപ്പേരാണ്. നമ്മുടെ KTM കൊടുക്കുന്ന ഒരു ചെല്ലപ്പേരാണ് ഈ പറയുന്ന MTC. ട്രാക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ വാർണിങ്സ് ആണ് കാര്യങ്ങൾ വരുന്നത്. ഇനി ബാക്കിലേക്ക് പുറകോട്ട് വരുമ്പോൾ കണക്ടിവിറ്റി വരുന്നുണ്ട്, ട്രിപ്പ് ആൻഡ് ബൈക്ക് വരുന്നുണ്ട്, ട്രിപ്പ് എയും ട്രിപ്പ് ബിയും അതിൻ്റെ ഡീറ്റെയിൽസാണ് വരുന്നത്. ഇത് ആക്ച്വലി ട്രാവൽ കുറച്ച് കൂടുതലുള്ള എനിക്ക് തോന്നി, വലിയ കുഴപ്പമില്ല. സോ പിന്നെ ടൈമർ കാര്യങ്ങൾ വരുന്നുണ്ട്, സെറ്റിങ്സ് വരുന്നത്, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളുടെ ടാങ്ക് കാര്യങ്ങൾ അത്യാവശ്യം വലിയൊരു ടാങ്കായിട്ട് അവിടെ തന്നെ. ആൻഡ് ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സീറ്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഡീസൻ്റായിട്ട് സോഫ്റ്റ്നെസ് ഉള്ളൊരു സീറ്റാണ്. ഭയങ്കര ഹാർഡല്ല, ഭയങ്കര സോഫ്റ്റ് അല്ല, ഒരു ഡീസൻറ്റ് സോഫ്റ്റ് എനിക്ക് ഈ ഒരു സീറ്റിൽ നിന്ന് കിട്ടി. നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്കംഫർട്ട് കാര്യങ്ങളൊന്നും എനിക്ക് സീറ്റിനാണെന്ന് തോന്നിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റായിട്ടാണ് തോന്നിയത്. നല്ല വണ്ണമുള്ളവർ വരുമ്പോൾ പില്യണായിട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി എൻജിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ പഴയ നമ്മുടെ ഡോമിനാറിലും അതേപോലെ തന്നെ ഡ്യൂക്കിലൊക്കെ കണ്ടിട്ടുള്ള അതേ 373cc എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരുന്നത്. പ്രൂവൺ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദിസ് സെഗ്മെൻറ്റ് എന്ന് വേണം പറയാനായിട്ട്. ഏകദേശം 40 PS പവറും അതേപോലെ 35 Nm ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മുടെ ഡോമിനാറിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്പ്രോക്കറ്റ് കുറച്ച് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടിയും ടോർക്കിഷ് ആയിട്ടുള്ളൊരു നേച്ചർ ഈ വണ്ടിക്ക് ഉണ്ടെന്ന് വേണം പറയാൻ. അതായത് നമ്മൾ കുറച്ചുകൂടി ബെറ്ററായി പറയുകയാണെങ്കിൽ ഡോമിനാറിന് ഉള്ളൊരു അരഗൻ ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. അരഗൻ എന്ന് പറഞ്ഞാൽ മാസീവ് അരഗൻറ്റ് ആയിട്ടുള്ളൊരു ബ്രദറാണ്. ഡോമിനാർ ഇങ്ങനെയല്ല, എന്നാൽ ഇവൻ വളരെ അരഗൻ്റ് ആണെന്ന് വേണം പറയാനായിട്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബോക്സി ആയിട്ടുള്ളൊരു സ്വിങ്ങാമാണ്. എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ബജാജിൻ്റെ പഴയ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ റീസെൻ്റ്ലി ഉള്ള സ്റ്റിക്കർ മാറ്റൽ എന്ന് അല്ല, പണ്ട് ഉള്ളൊരു നേച്ചറുണ്ട് ബജാജിന്. അതായത് ഇറക്കുമ്പോൾ ഒക്കെ അങ്ങോട്ട് ചവറുപോലെ അങ്ങോട്ട് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സായിട്ട് അവർ ഇറക്കും. ഒരുപാട് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം ഈ ഒരു വണ്ടിയിലാണ് അവർ ആ ഒരു രീതിക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് ഇറക്കിയിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ മിസ് ചെയ്തത് നല്ലൊരു അലുമിനിയം സ്വിങ്ങാമാണ്. നമ്മുടെ ഡോമിനാറിലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ വന്നപ്പോൾ ആ ഒരു ബഡ്ജറ്റ് കുറയ്ക്കാൻ എന്നതാണ് ഇത്തരത്തിലുള്ളൊരു ഇതാണ് പറഞ്ഞത്. പക്ഷേ ഓടിക്കാൻ നേരത്ത് ഭയങ്കരമായ ഒരു ചേഞ്ച് കാര്യങ്ങളൊന്നും വരില്ല, അതായത് ഡിഫിക്കൽറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ പോലും അവർക്കത് കൊടുക്കാമായിരുന്നു എന്നൊരു ഫീൽ എനിക്ക് വളരെയധികം തോന്നി. ബിക്കോസ് ഇറ്റ്സ് ബജാജ് ക്യാൻ ഡു ദാറ്റ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം. ആൻഡ് ഇപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെ അവരുടെ യൂഷ്വൽ ഡിസൈനിൽ വരുന്നൊരു കാര്യമാണ്. ആൻഡ് ടെയിൽ ലാമ്പിലുള്ള ലുക്സാണ് ഈ ഒരു കാണുന്നത്. നമ്മുടെ NSൻ്റെ ആ ഒരു ലുക്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ടയർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ MRFൻ്റെ ടയേഴ്സാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടയറായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഹെവി ഡിസ്റ്റൻസ് ഒന്നും ഓടിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ബ്രീഫ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അതും പറ്റില്ല. മൈ ഒപ്പീനിയൻ ഇപ്പോൾ ചെറിയ രീതിക്ക് ഓടിച്ച ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഈ ഒരു ടയറിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. നല്ല സൂപ്പർ സ്പീഡിലൊക്കെ ഓടിക്കാൻ ടൈമിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാനായിട്ട് ആയിട്ടില്ല. കാരണം ഞാൻ അത്രയ്ക്കും ഹെവി സ്പീഡിലേക്ക് ഓടിച്ചിട്ടില്ല. നമ്മളുടെ ഈ ഒരു എറണാകുളം റീജിയനിൽ അത്രയ്ക്കും അവിടെ ഹെവി സ്പീഡിൽ ഓടിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. അതാണൊരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഞാൻ ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ അതിന് മുന്നേ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് വയ്ക്കോ. ഇതാണ് സംഭവം. അപ്പോൾ നമുക്കെടുക്കാം. സോ വൈസർ ക്ലോസ്. സോ ഈ വണ്ടി ഞാൻ അരങ്ങൻ ബ്രദർ എന്ന് പറയാൻ കാരണം ഇത്തിരി ബ്രൂട്ടൽ സ്വഭാവം ഈ ഒരു വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ്.
നമുക്കപ്പോൾ ഈ വഴിയിൽ നിന്ന് ആദ്യം ഒന്ന് നീങ്ങാം. യെസ്, നമ്മളങ്ങനെ റോഡ് തൊട്ടിരിക്കുന്നു. ഇതാണ് ഈ എൻജിൻ്റെ ഒരു നേച്ചർ എന്ന് പറയണത്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള എൻജിൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഓൾറെഡി അവർ കുറേ കൊല്ലം ഇറക്കി പരീക്ഷിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എൻജിനാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ആ ഒരു എൻജിൻ ഈ ഒരു വണ്ടിയിൽ റീട്യൂൺ ചെയ്ത് ഇറക്കിയപ്പോഴത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മെൻ്റൽ. ഇതിൽ നമ്മുടെ ഡോമിനാറിൽ പ്രോപ്പർ എക്സോസ്റ്റ് സൈഡിലുണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് അണ്ടർബെല്ലിയാണ് വരുന്നത്. ആക്ച്വലി അണ്ടർബെല്ലി കൊടുത്ത് നന്നായെന്ന് വേണം പറയാനായിട്ട്. നമ്മളുടെ NSൻ്റെ DNA-ക്ക് അത് പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. ആ ഒരു സൗണ്ട് ഇതിൽ നോക്കിയാലും എല്ലാ രീതിക്കും ഇറ്റ്സ് പെർഫെക്റ്റ്. ഇറ്റ്സ് എ ബാഡ് ബോയ്, അതിലൊരു സംശയം വേണ്ട. കൊടുക്കുന്ന സ്പോട്ടിൽ പവറുണ്ട്, അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു രസം എന്ന് പറയുന്നത്. ഇറ്റ്സ് റിയലി ഫൺ ടു റൈഡ്. എനിക്ക് ആകെ ഒരു ചെറിയൊരു ഇത് തോന്നിയാൽ നമ്മൾ 5th ഗിയറിലേക്ക് ഓടിക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു ഡിപ്പ്, ഒരു സെക്കൻഡിലൊരു ചെറിയൊരു ഡിപ്പ് എനിക്കത് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അതൊഴിച്ച് നോക്കിയാൽ എല്ലാ ഗിയറിലും കിടിലം പവറാണ്. അതേപോലെ ബ്രേക്സ് പറയുന്നത് ബ്രേക്സ് ആർ വെരി ഗുഡ് ബ്രേക്സ്. ഓൺ സ്പോട്ട് ബൈറ്റാണ്, ഒരുപാട് ഞാൻ പ്രസ് ചെയ്യേണ്ടി വരുന്നില്ല ആ ബ്രേക്സിന്. നല്ല ആപ്റ്റായിട്ടുള്ളൊരു ബൈറ്റ് എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, എസ്പെഷ്യലി ഫ്രണ്ട് ബ്രേക്ക്. നമുക്ക് ബജാജിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബജാജിൻ്റെ ഓൾമോസ്റ്റ് മിക്ക വണ്ടികളിലും ഫ്രണ്ട് ബ്രേക്ക് സൂപ്പർബായിട്ടുള്ള ഫ്രണ്ട് ബ്രേക്സ് ആയിരിക്കും. ആ ഒരു ഡിസ്ക് ബ്രേക്ക് നല്ല കറക്റ്റായിട്ട് ഒരു റിസൾട്ട് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഞാൻ വെരി വെരി സാറ്റിസ്ഫൈഡ്. ആ ഒരു സെയിം ട്രയംഫ് അവർ ഇതിനകത്തും കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഒരു അച്ചീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇതിനകത്ത്. ഒരു ബജാജ് ബൈക്ക് അല്ലെങ്കിൽ ഈ ഒരു പൾസർ സീരീസ് ഓടിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ബജാജിൻ്റെ ഫ്രണ്ട് ബ്രേക്സ് എത്രത്തോളം ബ്രില്യൻ്റ് ആണെന്നുള്ളത്. വണ്ടിക്ക് മാസീവായിട്ടുള്ള ടേണിങ് റേഡിയസ് അല്ല, എന്നാൽ പോലും കുറച്ച് കൂടുതലുണ്ട്. കൂടുതലെന്ന് പറഞ്ഞാൽ ഒടിവ് കുറവെന്നാണ് അല്ലേ? അതെ. Wow, what a machine. ഡോമിനാറിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് വെയിറ്റാണ്. അത് ആ കാര്യത്തിൽ മാസീവ് ഡിഫറൻസ് തന്നെ ഉണ്ട്. കാരണം വെയിറ്റ് വളരെയധികം കുറവാണ് നമ്മുടെ ഡോമിനാറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതേപോലെ തന്നെ ആ ഒരു വീൽ ബേസിലുള്ള ഡിഫറൻസും എല്ലാം തന്നെ വണ്ടിയുടെ ആ ഒരു പ്ലേയിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് വളരെ ഈസിലി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മോട്ടോർ സൈക്കിളാണ് ഇപ്പോൾ ഈ ഒരു NS 400 എന്ന് പറയുന്നത്. അതേപോലെ മീറ്ററിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നതൊക്കെ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയാണ്. നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങി എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം മൂടി നിൽക്കുന്ന സമയമാണ്. സോ വെയിലടിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഐ എം നോട്ട് ഷുവർ. ഈ ഒരു
ഈ ഒരു മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മേഘത്തിൻ്റെ ഒരു വെളിച്ചമൊക്കെ അടിക്കുമ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു വിസിബിലിറ്റി കുറവ് എനിക്ക് ഈ ഒരെണ്ണം തോന്നി. പക്ഷെ ഇതിന് ആ ഒരു പ്രശ്നമില്ല, ഒരുപാട് റിഫ്ലക്ഷൻ ഒന്നും എടുക്കുന്നില്ല ആ ഒരു മീറ്റർ. സ്പീഡോമീറ്റർ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി തന്നെയുണ്ട്. അതേപോലെ നമ്മുടെ മിറേഴ്സൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള മിറേഴ്സാണ്. ഈ ഒരു പോർഷൻ ആസ് യൂഷ്വൽ കട്ടാവുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് നമുക്ക് കട്ടാവല കുറവാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോമിനാറിലുള്ള അതേ രീതിക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. ഉദാഹരണം നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ ഈ ഒരു മിറേഴ്സ്, ഇതൊക്കെ അത്യാവശ്യം ആ ഒരു സെയിം ബൈക്കിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലതാണ് ഒരു രീതിയിൽ നോക്കുമ്പോൾ. ഡോമിനാറിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് സ്ലിപ്പർ ക്ലച്ചിങ് അസിസ്റ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടി തെറ്റിയേനെ, ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കാം. നിങ്ങൾക്കാണ് നമുക്ക് വലിച്ചെടുക്കുക, ഒരുപാട് വലിച്ചു കൊണ്ടുപോകാനുള്ള റോഡ് നമുക്കില്ല. അതല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ റൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് ടോപ്പ് പിടിക്കാൻ നോക്കിയേനെ. ടോപ്പ് പിടിച്ചില്ലെങ്കിൽ ഞാൻ 100 പിടിക്കാനെങ്കിലും നോക്കിയേനെ. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള ഒരു റോഡില്ല. പിന്നെ അത് പോരാത്തതിന് ഞാൻ ബൂട്ടിട്ടിട്ടില്ല. സോ ഓവർ സ്പീഡ് എടുക്കുന്നത് എനിക്കും റിസ്ക്കാണ്. ഇനിയിപ്പോൾ ഞാൻ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളതും പറയാനും പാടില്ല. സോ ഈ വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. കാരണം ഇത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കല്ല. അത് തീർച്ചയായിട്ടും ഒരിക്കലും ഈ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബൈക്കല്ല. അത്യാവശ്യം നല്ല ടോക്കി നേച്ചറുണ്ട്. കൈ കൊടുത്താൽ അവിടെ പവർ കിട്ടുന്നൊരു വണ്ടിയാണ്. 40 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് പറയില്ല. അത്യാവശ്യം പവർഫുൾ തന്നെയാണ് ഈ ഒരു 40 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അതർവൈസ് ചാടിക്കയറി എടുക്കാതിരിക്കുക. പെട്ടെന്ന് കയ്യിൽ ഒതുങ്ങണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. നമ്മളുടെ ഒരു ഓടിക്കുന്ന രീതിയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ വണ്ടി നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ വൈറ്റിലയിലുള്ള ബജാജിൽ നിന്നാണ്. അപ്പോൾ വണ്ടി അവിടെ അവൈലബിൾ ആണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട്. താല്പര്യമുള്ളവരപ്പോൾ അവിടെ ചെന്നാൽ മതി. ഞാൻ ആ ഷോറൂമിൻ്റെ അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ DRLനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ ഗുഡ് തിങ്. പല വണ്ടികളിലും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് TVSലാണ് ഞാൻ ആ ഒരു സെറ്റപ്പ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അതിന് മുന്നേ ഏതെങ്കിലും കമ്പനി ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വെൽ മെയ്ഡ് ബൈക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ വണ്ടിയെ പറ്റിയുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളെയും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതൊരു ഫുള്ളി ഡീറ്റെയിൽഡ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരുപാട് ദൂരം ഓടിച്ചാൽ മാത്രമേ എനിക്ക് ലോങ് റൈഡ് കാര്യങ്ങളിലേക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെയും മറ്റൊരു വീഡിയോ വരാൻ അങ്ങനെ പ്രതീക്ഷയോടെ I'm Jay and I'll catch you next one. Bye bye.